ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. നമ്മൾ മീഷോന്ന് പർച്ചേസ് ചെയ്ത ഒരു സ്റ്റേഷനറി കിറ്റാണ് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. യൂണിക്കോണിൻ്റെ സ്റ്റേഷനറി കിറ്റാണ് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. പ്രൈസ് വന്നിട്ട് 165 ആയിരുന്നു വന്നത്. 165-ന് 10 ഐറ്റംസ് ഉണ്ടാവുന്നുള്ളൊരു കിറ്റായിരുന്നു നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അത്യാവശ്യം നല്ല പാക്കേജിംഗ് ഒക്കെ ആയിട്ട് നീറ്റായിട്ടാണ് അവർ പാക്കേജ് ചെയ്തത്. ഇതാണ് അതിൻ്റെ ഉള്ളിൽ വരുന്ന ഐറ്റം വരുന്നത്. ഇനി നമുക്ക് ഓരോന്നായിട്ട് ഓപ്പൺ ചെയ്ത് നോക്കാം എന്തൊക്കെയാണ് അതിൻ്റെ ഉള്ളിലുള്ളത്. നല്ല രീതിയിൽ അവർ അടുക്കി പെറുക്കി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് അതൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് എന്തൊക്കെയാണ് അതിൻ്റെ ഉള്ളിലുള്ളത് പറഞ്ഞതൊക്കെ ഉണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കാം. ആദ്യം തന്നെ എടുത്തത് യൂണിക്കോണിൻ്റെ ഒരു ബുക്കാണ്. ചെറിയൊരു ഒരു നോട്ട് പാഡൊക്കെ പോലെ യൂണിക്കോണിൻ്റെ അത്യാവശ്യം ലൈനുള്ള കുറച്ച് പേജൊക്കെ ആയിട്ട് അത്യാവശ്യം പേജസൊക്കെ ഉള്ള ഒരു ചെറിയ ബുക്കാണ്. നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ബുക്ക്. രണ്ടാമത് വന്നിട്ടുള്ളത് ഒരു വാട്ടർ കളറിൻ്റെ ഒരു വാട്ടർ കളർ എന്നൊക്കെ എഴുതിയൊരു സംഭവമാണ് വന്നിരിക്കുന്നത്. അതിൽ ഒരു ബ്രഷ് നമുക്ക് കാണാനുണ്ട്. അതേപോലെ തന്നെ കുറച്ച് പേപ്പേഴ്സും കാണുന്നുണ്ട്. ബ്രഷ് അത്യാവശ്യം ചെറിയൊരു ബ്രഷാണ്, കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ അത്യാവശ്യം ക്വാളിറ്റിയൊക്കെ ഉള്ള നല്ലൊരു ബ്രഷാണ്. പിന്നെ വന്നത് കുറച്ച് ഇതുപോലെയുള്ള അത്യാവശ്യം കട്ടിയുള്ള പേപ്പേഴ്സാണ്. അതിൻ്റെ സൈഡിൽ കളേഴ്സ് കൊടുത്തിട്ടുണ്ട്, ഏത് കളേഴ്സാണ് കൊടുക്കേണ്ടതെന്നുള്ളതൊക്കെ. അങ്ങനെ നമുക്ക് കുറച്ച് പിക്ചേഴ്സും കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഒരു 3 സെറ്റ് പ്രിൻറ്റഡ് പേപ്പേഴ്സും ബ്രഷും ആണ് ഉള്ളത്. പിന്നെ വരുന്നത് ഒരു യൂണിക്കോണിൻ്റെ യെല്ലോ കളറുള്ള ഒരു പെന്നാണ് വരുന്നത് കേട്ടോ. യൂണിക്കോണിൻ്റെ എല്ലാ സംഭവങ്ങളൊക്കെ ആയിട്ട് നല്ല രസമായിട്ട് ക്യൂട്ടായിട്ടുള്ള ഒരു പെന്നാണ് വന്നത്. ഒരു ബ്ലൂ കളർ പെന്നാണ് അത്. അത്യാവശ്യം നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു പെന്നാണ്. നമുക്ക് 150 റുപ്പീസിന് ഇത്രയും ഐറ്റംസ് എന്ന് പറയുമ്പോൾ ഒന്നിനൊരു 15 റുപ്പീസൊക്കെ വരുന്നുള്ളൂ. അത്രേ നമുക്ക് വരുന്നുള്ളൂ. അന്നപ്പോൾ ഈ പ്രൈസ് നമുക്ക് എന്തായാലും ഇവിടെ നിന്നൊന്നും കിട്ടാനൊന്നും പോകുന്നില്ല. ഇനി വരുന്നത് അത്യാവശ്യം ഒരു ചെറിയൊരു പെന്ന് പോലെ തന്നെ കാണാനൊക്കെ ഉള്ളൊരു സാധനമാണ്. ഓപ്പൺ ചെയ്തപ്പോൾ എനിക്കൊന്നും മനസ്സിലായില്ല, കാരണം ഒരു സ്കെച്ച് പോലത്തെ ഒരു ഇതാണ് അതിനുള്ളത്. മുകളിൽ നോക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ടോപ്പിൽ ഒരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് അവിടെ ഇങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ സൈഡിലിങ്ങനെ ആ പേർപ്പിൾ കളറിൽ ഒന്ന് നല്ലപോലെ ടച്ച് ചെയ്യുമ്പം ആ ലൈറ്റും കത്തുന്നുണ്ട്. ഞാൻ വിചാരിച്ചു ഇനി എന്തെങ്കിലും പെന്നെങ്ങാനായിരിക്കും അത് ജസ്റ്റ് കത്തിക്കുകയും ചെയ്യാമെന്ന്. പിന്നെയാണ് എനിക്ക് പെട്ടെന്ന് ഓടിയത് നമുക്കിത് പേപ്പറിൽ എഴുതി നോക്കാം. അങ്ങനെ പേപ്പറിൽ എഴുതുമ്പം ഒന്നും അങ്ങനെ വിസിബിളായിട്ട് കാണുന്നൊന്നുമില്ല. എന്നാലും നമ്മൾ ലൈറ്റ് അടിക്കുമ്പോൾ നല്ല രീതിയിൽ അതിങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു സംഭവമാണ്. ഇതൊന്നും ഒരിക്കലും നമുക്ക് 15 റുപ്പീസിന് കിട്ടാൻ പോകുന്നില്ല. പിന്നെ വന്നിട്ടുള്ളത് അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു സാധനം കേട്ടോ. നല്ല ക്യൂട്ടായിട്ട് അടിപൊളി സാധനം. പിന്നെ വന്നത് ഒരു ഗ്രീൻ കളറുള്ളൊരു സാധനമാണ്. അതിൻ്റെ മുകളിൽ ഒരു ടോയ് പോലെ എന്തോന്നുണ്ട്, അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. ഫുൾ ഒരു ഗ്രീൻ കളറാണ്. അതിൽ BTSൻ്റെ പ്രിൻ്റൊക്കെ ഉണ്ട് താഴത്ത് വന്നിട്ട് അത് ലിഡ് ഇങ്ങനെ മുകളിൽ നിന്ന് ഇങ്ങനെ താഴോട്ട് മാറ്റിയിട്ട് കൊടുക്കുന്ന ടൈപ്പില്ല, അങ്ങനത്തെ പെൻസിലാണ്. പിന്നെ വന്നത് കുട്ടികളൊക്കെ ഇപ്പോൾ റെയിൻബോ പെൻസിൽ എന്നൊക്കെ പറഞ്ഞ് കളിക്കുന്നൊരു പെൻസിലല്ലേ, അതാണ്. നമുക്കിങ്ങനെ മാറ്റി അതിൻ്റെ കളേഴ്സൊക്കെ മാറ്റി കൊടുക്കാനും ഒക്കെ പറ്റുന്ന രീതിയിലുള്ള ഒരു പെൻസിലാണ്. പെൻസിൽ സെറ്റ് അതിറ്റാലും ഒന്നാണ് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ കൂടെ. പിന്നെ വന്നിട്ടുള്ളത് നെക്സ്റ്റ് എന്താണെന്ന് വെച്ചാൽ വേറൊരു അടിപൊളി സാധനമാണ്. നെക്സ്റ്റ് വന്നത് അത്യാവശ്യം വലിപ്പം ഒക്കെ ഉള്ളൊരു സാധനം. ഒരു കുഞ്ഞ് റൈനോസറാണ് അതിൻ്റെ മുകളിലുള്ളത്. ഒരു യെല്ലോ കളർ നല്ല ക്യൂട്ടായിട്ടുള്ള. പിന്നെ അതിൻ്റെ മുകൾ ഭാഗത്തുള്ള ലിക്വിഡ് ഇങ്ങനെ മാറ്റുമ്പോൾ അതിൻ്റെ നിറയെ ഗ്ലിറ്റേഴ്സ് ഉണ്ട്. നല്ല ക്യൂട്ടാണ്. നമുക്ക് എഴുതുമ്പോൾ ഇങ്ങനെ ഗ്ലിറ്റേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ആയി കളിക്കും. അതും ഒരു പെന്നാണ് വരുന്നത്. ഒരു ബ്ലൂ ഇങ്കന്നാണ് പെന്നിന് വരുന്നത്. നല്ല ക്വാളിറ്റിയുള്ള, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അടിപൊളി സാധനം കേട്ടോ. ഇതൊന്നും നമുക്ക് എന്തായാലും ഷോപ്പിൽ പോയി ഒരു 15 റുപ്പീസ് കൊടുത്താൽ ഇങ്ങനത്തെ പെന്നൊന്നും കിട്ടാൻ പോകുന്നില്ല. പിന്നെ വന്നത് ഒരു സെറ്റായിരുന്നു. കാരണം അത് രണ്ടും മാത്രമായിട്ടൊരു വേറൊരു സെപ്പറേറ്റ് കവറിലൊക്കെ വെച്ചിട്ടുണ്ട്. ഒരു പിങ്ക് ഷെയ്ഡിലുള്ളൊരു ബോഡി പാർട്ട്, പെൻസിലിൻ്റെ ബോഡി പാർട്ട് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു പെൻസിൽ തന്നെയാണ് അതും.
അതിൻ്റെ കൂടെ ഒരു ചെറിയൊരു എന്താണ് ഒരു ബോട്ടിൽ കൊടുത്തിട്ടുണ്ട്. ആ ബോട്ടിൽ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പെൻസിലിൻ്റെ ഉള്ളിലിടുന്ന ലിഡില്ലേ, അത്യാവശ്യം വലിയ ലിഡാണ്, ചെറിയ ലിഡല്ല, അത്യാവശ്യം വലുപ്പമുള്ളതായിട്ട് ആ ലിഡ് നമ്മൾ സാധാരണ 0.5 0.7 ഒക്കെ വാങ്ങാറില്ല, അതല്ല, കുറച്ചുകൂടി ഒരു വലുപ്പമുണ്ട്. എത്രയാണ് അതിൻ്റെ പോയിൻറ്റ് സൈസ് എന്ന് എനിക്കറിയില്ല. അങ്ങനത്തെ ഒരു പെൻസിലാണ്, ലിഡ് സെപ്പറേറ്റ് കൊടുത്തതാണ്. ലാസ്റ്റായിട്ട് അതിൽ വരുന്നത് ഒരു ക്യൂട്ട് കീ ചെയിനാണ്, സ്മോൾ സൈസിലുള്ള ഒരു ക്യൂട്ട് കീ ചെയിനാണ്. ഒരു വൈറ്റ് കളറിലുള്ള നല്ലൊരു കീ ചെയിനും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ 10 ഐറ്റംസ്, 10 എന്ന് പറയാൻ പറ്റില്ല, അതിലും കൂടുതലുണ്ടാവും. കാരണം വാട്ടർ കളറിൻ്റെ കളറിങ് പാഡ്സൊക്കെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കൂട്ടിയാൽ അതിലും കൂടുതൽ ഐറ്റംസ് ഉണ്ട്. നല്ല അടിപൊളി വേർത്തായിട്ടുള്ളൊരു സാധനമാണ്. നമ്മൾ ആർക്കെങ്കിലും കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഇഷ്ടമുണ്ടെങ്കിൽ വാങ്ങിക്കൊടുക്കാം. ഇതിനോടൊപ്പം ഞാനൊരു ബാഗ് കാണിക്കുന്നുണ്ട്. ഈ ബാഗും മീഷോന്ന് പർച്ചേസ് ചെയ്തതാണ്. ഇതിന് നമുക്ക് വരുന്ന പ്രൈസും കാര്യങ്ങളൊക്കെ ഞാനിതിൽ കാണിക്കാം, അല്ലെങ്കിൽ ഇതിൻ്റെ എവിടെയെങ്കിലും കൊടുക്കാം. ഇതിന് വന്നിട്ട് നല്ലൊരു ക്വാളിറ്റി ഉള്ള നല്ലൊരു ബാഗാണ്. നമുക്ക് അത്യാവശ്യം സാധനങ്ങൾ ചെയ്യും. അന്നിപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.